മെല്ലെ മറിച്ചാൽ മതി. അപ്പോൾ മെല്ലെ മെല്ലെ സമയം എടുക്കണം. ഇത് എഴുതിയ ആളുകളുടെ ഒരു ചെറിയൊരു വരയോ ഒരു ചെറിയൊരു തെറ്റോ കൂടാതെ ഇത് എഴുതുക എന്ന് പറയുന്നത് ഒരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ 100ഓളം ആൾക്കാർക്ക് സെയിം പേപ്പർ എത്തിച്ച് അതെ അതെ അല്ലാതെ ഒരു അത്ഭുതം ഞാനതല്ല കേട്ടോ. മാർജിൻ വിട്ടിട്ട് എഴുതാൻ പറഞ്ഞു. ഏതാണ്ട് ഒരേ കയ്യക്ഷരം പോലും വന്നിട്ടുണ്ട്, വലിയ വ്യത്യാസം ഇല്ലാതെ. അത് ഈ അന്നത്തെ കാലത്ത് ടെക്നോളജി ഇതൊന്നും ഇല്ലായിരുന്നു. എന്നാലും അച്ഛൻ അത് ആ സമയത്ത് അങ്ങനെ ബൈൻഡിങ് ചെയ്ത് അതിൻ്റെ ഇടയിലിടയിൽ ഓരോരോ ഫോട്ടോഗ്രാഫ് സംഘടിപ്പിച്ച് ഇട്ടിട്ട് അതൊക്കെ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗജേന്ദ്ര മോക്ഷത്തിന്റെ ഫോട്ടോ. ഇതിപ്പോ ഓരോ ഏതെങ്കിലും കലണ്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബുക്കിൽ എടുത്തിട്ട് അപ്പോൾ ആ വിധിപ്രകാരം ഒരെണ്ണം എനിക്ക് തന്നെ എഴുതാൻ സാധിക്കില്ല. എന്നാൽ ഓരോ അധ്യായം ഓരോ ആളുകളെ കൊണ്ട് എഴുതിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഇത്ര വലുത്. അത് എടുക്കാൻ തന്നെ വലിയ ഭാരം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലായി. ഈ വലിയ പുസ്തകം മുഴുവൻ എഴുതിയതും ഈ 2 വരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാവില്ല നമുക്കാർക്കും. കാരണം മായയുടെ വൈഭവം അത്ര വലുതാണ്. ആ കാലഘട്ടത്തിൽ ഈ നമ്പൂരിമാരും ഉയർന്ന സവർണരായിട്ടുള്ള ആളുകൾ അവർ സംസ്കൃതം പഠിക്കാൻ മറ്റുള്ളവരുടെ കൂടെ പോയി പഠിക്കാൻ തയ്യാറില്ല. അവർ മറ്റുള്ളവരൊപ്പം ഇരുന്നിട്ട് മറ്റ് താഴ്ന്ന ജാതിക്കാരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ തയ്യാറില്ലായിരുന്നു. കുര്യാഘോഷ തുടങ്ങിയ സമയത്ത് അന്ന് സംസ്കൃതം അങ്ങനെ അതിന് അശുദ്ധിയൊന്നുമില്ല. അതിന് ഒരാൾ തൊട്ടാൽ അശുദ്ധാവും എന്നുള്ളതൊന്നും അല്ല സംസ്കൃതം. ഭാഷയ്ക്ക് ആർക്കും പഠിക്കാം. അതുകൊണ്ട് അത് എല്ലാവരും പഠിപ്പിക്കണം എന്നായിരുന്നു മുത്തച്ഛൻ്റെ അഭിപ്രായം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒന്ന് ഗുരുവായൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ വച്ച് ഒരു മഹാത്മാവിനെ വളരെ യാദൃച്ഛികമായി പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യവുമുണ്ടായി. നമുക്കറിയാം, ഈ കലിയുഗത്തിൽ ശ്രീമദ് മഹാഭാഗവതം എന്ന മഹാപുരാണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. ശ്രീമദ് ഭാഗവതം എന്നത് ജീവിതത്തിൻ്റെ ചര്യകളിലൊന്നായി കൊണ്ടു നടക്കുന്ന ഭഗവാന് തുല്യം ഭാഗവതത്തെ ഉപാസിക്കുന്ന അനേകം മഹാത്മാക്കൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത്തരത്തിലൊരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, തിരുനാമാചാര്യൻ ശ്രീ ആഞ്ഞം മാധവൻ നമ്പൂതിരി, ഇവരെ പോലെയുള്ള മഹാത്മാക്കൾ തുടങ്ങിവെച്ച ഭാഗവത സപ്താഹം എന്ന മഹായജ്ഞം ഇദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കളിലൂടെ ഇന്നും തുടർന്നു വരികയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനായിരുന്ന പണ്ഡിതരത്നം പ്രൊഫസർ ശ്രീ PC വാസുദേവൻ ഇളയതൻ്റെ പുത്രനും സുപ്രസിദ്ധ ഭാഗവതാചാര്യനും പണ്ഡിതനുമായ ശ്രീ PC നാരായണൻ ഇളയത് സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വർഷങ്ങൾ നീണ്ട ഭാഗവത ഉപാസനയ്ക്കൊപ്പം അത്ര നിസ്സാരമല്ലാത്ത മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു. ഭാഗവത മാഹാത്മ്യത്തിൽ 6-ാം അധ്യായത്തിൽ 65-ാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് മഹാഭാഗവതം ഒരു കയ്യെഴുത്ത് പ്രതിയായി എഴുതുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അത്തരത്തിലൊരാഗ്രഹം ഇദ്ദേഹത്തിനുണ്ടായതിനെ തുടർന്ന് നിരവധി പ്രമുഖ ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 12 സ്കന്ധങ്ങളിലായി 14,000-ൽ പരം ശ്ലോകങ്ങളടങ്ങുന്ന ശ്രീമദ് ഭാഗവത മഹാപുരാണം ഒരു ഹസ്തലിഖിത ഭാഗവതമായി എഴുതി തയ്യാറാക്കി. ഹസ്തലിഖിത മഹാഭാഗവതം തയ്യാറാക്കിയതിനെക്കുറിച്ച് ഇതിനു മുമ്പ് മറ്റാരും പറഞ്ഞു കേട്ടിട്ടുമില്ല. മാത്രമല്ല, എഴുതി തയ്യാറാക്കിയ ഈ ഭാഗവതം ബദരീനാഥിൽ വെച്ച് നടന്ന 108-ാമത്തെ സപ്താഹവേളയിൽ ബദരീനാഥിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. വളരെ യാദൃച്ഛികമായിട്ടാണ് ശ്രീ PC നാരായണൻ ഇളയത് സാർ ഭാഗവത ഉപാസനയിലേക്ക് തിരിയുന്നത്. അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് മുംബൈയിൽ ജോലിയിലായിരിക്കുന്ന കാലം മാട്ടുങ്കയിലുള്ള കൊച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന തിരുനാമാചാര്യൻ ശ്രീ ആഞ്ഞൻ മാധവൻ നമ്പൂതിരിയുടെ സപ്താഹം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ വായനാശൈലിയും ഭക്തിപ്രഭാഷണവും കേൾക്കുകയും ചെയ്യുന്നതോടെയാണ് ഇദ്ദേഹത്തിനും ഭാഗവതം പാരായണം ചെയ്യണമെന്നും ഭാഗവതം പഠിക്കണമെന്നുമുള്ള ആഗ്രഹം തീവ്രമായി ഉണ്ടാവുന്നത്. അതനുസരിച്ച് സംസ്കൃതത്തിലുള്ള ഒരു ഭാഗവതം വാങ്ങിയെങ്കിലും അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതിനാൽ ബോംബെയിലേക്ക് മാതൃഭൂമിയിൽ നിന്നും മലയാളം ലിപിയിലുള്ള ഭാഗവതം VPP ആയി അയച്ചു വരുത്തി. അദ്ദേഹം ഭാഗവതം അങ്ങനെ വായിച്ചു തുടങ്ങി.
നിത്യപാരായണം തുടങ്ങിയതുകൊണ്ട് തന്നെ അധികം വൈകാതെ വളരെ വേഗത്തിൽ പാരായണം ചെയ്യാനും സാധിച്ചു. മറ്റൊരവസരത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ശ്രീ ആഞ്ഞം മാധവൻ നമ്പൂതിരി ബോംബെയിൽ വന്ന സമയം അദ്ദേഹത്തെ പോയി കാണുകയും ഭാഗവതം സപ്താഹമായി വായിച്ചു തുടങ്ങുന്നതിനുള്ള ഉപദേശവും വാങ്ങി. പിന്നീടൊരു നീണ്ട യാത്രയായിരുന്നു. കേരളത്തിനകത്തും പുറത്തും ഗുരുവായൂരും ശബരിമലയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഹരിദ്വാറിലും കേദാർനാഥിലും ബദരീനാഥിലും വരെ അദ്ദേഹത്തിന് സപ്താഹയജ്ഞം നടത്തുവാനുള്ള ഭാഗ്യമുണ്ടായി. വായിക്കുക മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഭാഗവത പഠനവും ഇദ്ദേഹത്തിലൂടെ സാധ്യമായി. അനേകം ശിഷ്യഗണങ്ങളും ഉണ്ടായി. കേരളത്തിന് പുറത്തേക്ക് ഭാഗവത സപ്താഹത്തെ ജനകീയമാക്കിയതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്കും നിസ്സാരമല്ല. 108ാമത്തെ സപ്താഹം നടത്തുന്നത് ബദരീനാഥിൽ വെച്ചാണ്. ആ സമയത്താണ് ആദ്യം പറഞ്ഞ ഹസ്തലിഖിത മഹാഭാഗവതം ബദരീനാഥിന് സമർപ്പിക്കുന്നതും. ശ്രീമദ് മഹാഭാഗവതത്തെപ്പറ്റിയും പാരായണ രീതികളെപ്പറ്റിയും അദ്ദേഹം ധാരാളം സംസാരിച്ചു. കൂടാതെ നിത്യോപാസനയ്ക്കുള്ള ഭാഗവതത്തിലെ പ്രധാന ശ്ലോകങ്ങളും അദ്ദേഹം അർത്ഥസഹിതം ഈ വീഡിയോയിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്കും ഒരു മഹാഭാഗ്യമുണ്ടായി. അദ്ദേഹത്തെ കണ്ടതിന് ശേഷം തിരിച്ചു പോരുന്നതിന് മുൻപായി ഒരു ഉപദേശ രൂപേണ ശ്രീമദ് മഹാഭാഗവതം ഉൾപ്പെടെ ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എനിക്ക് നൽകുകയും ചെയ്തു. നിറഞ്ഞ മനസ്സോടെ ആ മഹാത്മാവിനെ ഒന്ന് നമസ്കരിക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാനുമുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മഹാത്മാവിനെ പരിചയപ്പെടുന്നതിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനുമുള്ള ഒരു അവസരമുണ്ടായത്. ശ്രീമദ് മഹാഭാഗവതത്തെപ്പറ്റി അദ്ദേഹം പറയുന്ന അമൂല്യങ്ങളായ അറിവുകളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭാഗവതം വായിക്കണം, ഭാഗവതം കുറേശ്ശെ ഉപാസിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഉദ്യോഗമുള്ള ആളാണ്, അത് കാരണം എപ്പോഴും ഇരുന്നിട്ട് വായിക്കാനും അല്ലെങ്കിൽ സാധിച്ചൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ആർക്കും ഭാഗവതം വായിക്കാം, ആർക്കും ഭാഗവതം പഠിക്കാം. കാരണം ദുഃഖമില്ലാത്തവർ ആരാളുള്ളത്? ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തിട്ടുള്ള മാർഗ്ഗമാണ് ഭാഗവതം. അത് ഇന്നവരുടെ യോവിന് ഒരു നിയമമില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഭഗവാനാണ്, അത് അതിൻ്റെ ശുദ്ധതയോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവണം. ആ ബോധത്തോടു കൂടി ചെന്ന് കഴിഞ്ഞാൽ ഭാഗവതത്തിൽ വായിക്കുന്ന ദിവസവും മറ്റേ പറ്റുമെങ്കിൽ ഒരു അധ്യായമെങ്കിലും വായിക്കുക. പക്ഷേ ഒരു അധ്യായം എന്ന് പറഞ്ഞാലും ചില ദിവസം 25 ശ്ലോകമുള്ള അധ്യായവും, വേറൊരു അധ്യായം എന്ന് പറഞ്ഞത് 50 അധ്യായം, 50 ശ്ലോകമുള്ള അധ്യായം, വേറെ ഒരെണ്ണം 65 ശ്ലോകമുള്ളത്. അത്ര സമയം വായിക്കാനില്ല. കാരണം ജോലിക്ക് പോകേണ്ടതാണ്, മറ്റുള്ള വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ നാനാ കാര്യങ്ങളുള്ള ആളാണ്. സാധാരണക്കാരായ സ്ത്രീകളാണെങ്കിൽ തന്നെ എന്താ വീട്ടിൽ ജോലികളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്ര വലിയ ഒരു വിഷമവും ഇല്ല. 30 ശ്ലോക 20 ശ്ലോക വായിക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു കടലാസ് വെച്ചോളൂ, കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് വായിച്ചാൽ മതി. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് അങ്ങനെ ചിലർ വയ്ക്കുകയാണെങ്കിൽ അത് മുഴുവൻ വെച്ചിട്ട് എണിക്കാവുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കുക, അവരെന്താ വിശ്വാസം വിചാരിക്കാൻ എത്രത്തോളം ഇടയുണ്ടോ അത്രത്തോളം വായിക്കുക, അത് ചെയ്യാം. പിന്നെ ചിലർ പറയും രാത്രി വായിക്കരുത്, അങ്ങനെയില്ല. കാരണം രാത്രിയെ സമയം കിട്ടുള്ളൂ എന്ന് വെച്ചാൽ വായിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വായിക്കുന്നത്? ഫലത്തിൽ കുറഞ്ഞൊന്നും വരും. എന്നാലും 100% ഫലം കിട്ടുന്നതിന് പകരം 60% ഫലം കിട്ടിയുള്ളൂ എന്ന് വരാം. 99 കിട്ടിയില്ല, 60% ഫലം കിട്ടി. എന്നാൽ 60% കിട്ടിയില്ലേ, ഒന്നും കിട്ടാത്തതിനേക്കാൾ വേദല്ലേ. അതുകൊണ്ട് കുറച്ച് ഇതായിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ മറ്റ് ചിലർ ഇനി അങ്ങനെയൊന്നും പറ്റാത്തവർക്ക്, എല്ലാ ദിവസവും ഒരു അധ്യായമൊന്നും വായിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് അവതാരം, അതുപോലെ തന്നെ നരസിംഹ അവതാരം, ധ്രുവചരിത്രം, ഇതൊക്കെ നല്ല നല്ല അധ്യായങ്ങളോ. ആ അധ്യായങ്ങൾ മാത്രം അത് ഈ പറഞ്ഞ പോലെ തന്നെ അവനവൻ്റെ സമയത്തിനനുസരിച്ച് എത്ര സമയം വായിക്കാൻ പറ്റുമോ, വായിക്കുന്ന സമയം ശ്രദ്ധയോടുകൂടി വായിക്കുക. അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ വായന നിർത്തിയിട്ട് പിന്നെ സമയം കിട്ടുന്ന സമയത്ത് തുടർന്നാൽ മതി, അതാണ് നല്ലത്. ഭഗവാന്റെ അവതാര കഥകളും ഭക്തന്മാരുടെ കഥകളും അടങ്ങുന്ന ഭാരതത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. വേദങ്ങളും പുരാണങ്ങളും മഹാഭാരതമെന്ന ഇതിഹാസവും രചിച്ചിട്ടും പൂർണ്ണ തൃപ്തി കിട്ടാതെ ശ്രീമദ് മഹാഭാഗവതം കൂടി രചിച്ചതിന് ശേഷമാണ് വേദവ്യാസ ഭഗവാന് പൂർണ്ണ ശാന്തി ലഭ്യമായത് എന്ന് പറയുന്നുണ്ട്. അതുവരെ ഉണ്ടാവാത്ത ഒരു പൂർണ്ണ തൃപ്തിയും സമാധാനവും ഭാഗവതം രചിച്ചതിന് ശേഷം വ്യാസഭഗവാൻ ഉണ്ടായെങ്കിൽ അതുതന്നെയാണ് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ പ്രാധാന്യവും. ഭാഗവതം വേദവ്യാസ മഹർഷി പുത്രനായ ശുകബ്രഹ്മ മഹർഷിക്ക് ഉപദേശിക്കുകയും
അദ്ദേഹം അത് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടാണല്ലോ പറയുന്നത്. ശുക പരീക്ഷിത്ത് സംവാദമായിട്ടാണ് ഭാഗവതത്തിന് തുടക്കമെങ്കിലും കലിദോഷ നിവാരണത്തിനായി നൈമിഷാരണത്തിൽ വെച്ച് നടത്തിയ മഹായജ്ഞത്തിനിടെ നടക്കുന്ന സൂതശൗനക സംവാദമായിട്ടാണ് പിന്നീട് ഭാഗവതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പൂർണ്ണ രൂപം തന്നെയായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തെ കണക്കാക്കുന്നതും. ഭഗവാൻ എന്ന വാക്കിനർത്ഥം ഭഗം ഉള്ളവനെന്നാണ്. ഐശ്വര്യം, ധർമ്മം, യശസ്, ജ്ഞാനം, വൈരാഗ്യം, മോക്ഷം ഇവയൊക്കെയാണ് ഭഗം. ഈ ഭഗങ്ങൾ ഉള്ളവൻ ഭഗവാൻ. ഭാഗവതത്തിലൂടെ ഭഗവാനെ അറിയുന്നവർ ഈ ഗുണങ്ങൾ ഉള്ളവരായിത്തീരുന്നു. ശ്രീമദ് ഭാഗവതം വേണ്ട രീതിയിൽ പഠിക്കുകയും ശ്രവിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഭഗവാനെ അറിയുന്നതിനും കലിദോഷ ദുരിതങ്ങളിൽപ്പെടാതെ മോക്ഷം നേടുന്നതിനുമാവും. ഈ കലിയുഗത്തിൽ ഏറ്റവും സമാധാനത്തോടെ കഴിയാൻ സാധിക്കുന്നത് ഭക്തന്മാർക്കു തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പരീക്ഷീണനായി തളർന്നിരുന്നു പോയ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയ്ക്ക് കൊടുത്തിരിക്കുന്ന മഹാഭാഷ്യം കൂടിയാണ് 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങളടങ്ങിയ ശ്രീമദ് മഹാഭാഗവതം എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭാഗവതത്തിലും കാണാൻ കഴിയും. ഇന്ന് നമുക്ക് ലഭ്യമായ ഭാഗവത മഹാപുരാണത്തിൽ 12 സ്കന്ധങ്ങളിലായി 14,000 ശ്ലോകങ്ങളാണുള്ളത്. 7 ദിവസങ്ങളിലായിട്ടാണ് ഭാഗവതം മുഴുവനായി ഒരു യജ്ഞത്തിൽ പറഞ്ഞു തീർക്കുന്നത്. പണ്ടൊക്കെ വളരെ വിരളമായിട്ടാണ് സപ്താഹങ്ങൾ നടക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് സർവ്വസാധാരണമായിരിക്കുന്നു. ഈ പുരാണ ശ്രവണം എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ പൂജകൾക്കൊക്കെ ആയിട്ട് വിഷ്ണു പൂജകളുടെ ഒക്കെ കൂടെ നമ്മൾ പുഷ്പാഞ്ജലികൾ അപ്പൊ എല്ലായിടത്തും നമുക്ക് ആ ഒരു ഭാഗവത പാരായണം സാധിച്ചു എന്ന് വരില്ലല്ലോ. ആ കുറച്ച് ആ വന്ദന ശ്ലോകങ്ങള് ഒരു ഭാഗവത്തിലെ ആ ഒരു മഹാത്മ്യം മുഴുവനായിട്ട് തന്നെ പറയേണ്ടതില്ലേ? മഹാത്മ്യം കഴിഞ്ഞ് 12 ശ്ലോകം അങ്ങനെയാണ്. ഭാഗവതത്തിലെ മഹാത്മ്യത്തിൽ 6 അധ്യായമാണുള്ളത്. പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ് മഹാത്മ്യമായിട്ട്. പിന്നീട് സ്കാന്ദപുരാണത്തിലെ 4 അധ്യായങ്ങളാണ് ഭാഗവതം. അതല്ല, ആ ഒരു ഈ വന്ദന ശ്ലോകങ്ങൾ ഭാഗവതത്തിലെ ഒരു പ്രധാന കുറെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ആ ശ്ലോകത്തിൽ ഭാഗവതത്തിന് മഹാത്മ്യം സ്ഫുരിക്കതിലേ ഉള്ള ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ഈ ഇത് പരിഹാരത്തിനോടനുസരിച്ച് വായിക്കുകയാണെങ്കിൽ ദശമസ്കന്ധത്തിലെ അധ്യായങ്ങൾ വായിക്കാം, ഏകാദശസ്കന്ധത്തിലെ അധ്യായങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട 10 ശ്ലോകങ്ങളേ വരുള്ളൂ. 10 അവതാര ശ്ലോകങ്ങൾ മാത്രമായിട്ട്, അവതാര അധ്യായങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ ഓരോ അധ്യായങ്ങളെ വരുള്ളൂ, 8 അധ്യായം വരുള്ളൂ. അതിനും സമയമില്ല എന്ന് വരികയാണെങ്കിൽ മറ്റേ ആദ്യത്തെ ഇതും കൃഷ്ണാവതാരം വായിക്കുക. കൃഷ്ണാവതാരം വായിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 2 അധ്യായങ്ങൾ വായിക്കുക. 12-13. 12ാമത്തെ അധ്യായത്തിന് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ള എല്ലാ കഥകളും അതിലുണ്ട്. വളരെ ചുരുക്കിയിട്ടാണെങ്കിലും അതിനാണ് സംഗ്രഹാധ്യായം എന്ന് പറയാം. ഭാഗവതം ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ആചാര്യന്മാർ എവിടുത്തെ സപ്താഹമായാലും എവിടുത്തതാണെങ്കിലും 6ാം ദിവസം വൈകുന്നേരം സപ്താഹം നിർത്തുന്ന സമയത്ത് പറയും, നാളെ ഏതാണ്ട് ഈ സമയത്താവും 12ാമത്തെ അധ്യായം വായിക്കുക. ആ 12ാമത്തെ അധ്യായം വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആദ്യം മുതൽക്ക് അവസാനം വരെ വരാൻ പറ്റിയില്ല, കേൾക്കാൻ പറ്റിയില്ല, വായിക്കാൻ പറ്റിയില്ല എന്നുള്ള ആളുകൾക്കൊക്കെ ആ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ തീർന്ന്, ആ ദോഷങ്ങളൊക്കെ തീർന്ന് മുഴുവനും പങ്കെടുത്ത് മുഴുവനും ശ്രവണം ചെയ്തിട്ടുള്ള ഫലം കിട്ടും. അതുകൊണ്ട് വായിക്കാം. അങ്ങനെയും ചെയ്യാം. 12-13 അധ്യായങ്ങൾ ചെയ്ത് അങ്ങനെ വായിക്കാം. പുരാണ ശ്രവണം എന്ന് പറയുന്ന ഇതോടുകൂടി അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ എല്ലാവരെയും കൂടി വായിപ്പിക്കരുത്. സമൂഹ വായനയായിട്ട് നേരത്തെ പറഞ്ഞുല്ലോ പലതരം പിഴവുകളൊക്കെ. അപ്പോൾ ആവുന്നിടത്തോളം അങ്ങനെയൊക്കെ പരിഹാരമായിട്ട് വായനകൾ നടത്തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര്യന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രം വായിപ്പിക്കാൻ. ഉപ്പരുന്നു ഇതായിട്ട് വായിച്ചോ ദോഷമൊന്നുമില്ല, പക്ഷേ അത് കർമ്മത്തിൽ പെടുത്തരുത്. കർമ്മം വേറെ നിർത്തുക, ഇത് വേറെ നിർത്തുക. അപ്പോൾ ചടങ്ങായിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഗുരുനാഥ സ്ഥാനമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതയുള്ള ആളുകളെ കൊണ്ട്. ഈ ചതുശ്ലോകി ഭാഗവതം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയാമോ? അത് പറഞ്ഞുതരാം. ഈ സൃഷ്ടിയുടെ ആരംഭത്തിലെ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നാണല്ലോ ബ്രഹ്മം ഉണ്ടായത്.
ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിനെ ഈ 4 പേർ നോക്കിയപ്പോൾ ഒക്കെ വെള്ളം, ജലം, അപ്പോൾ അറിയില്ല താൻ ആരാണ്, എന്താണ്, എവിടെ നിന്നുണ്ടായി, എപ്പോൾ ഉണ്ടായി, എന്താ. അങ്ങനെയാണ് പിന്നെ നോക്കിയപ്പോൾ താമര പൂവ്, താമരത്തണ്ട്, ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലേക്ക് ബ്രഹ്മാവ് പ്രവേശിച്ച് അങ്ങനെ യാത്ര തുടങ്ങി. ഇത് തണ്ട് ഇവിടെ നമ്മൾ ഒച്ചയെന്ന് അറിയാനാണ്. അനവധി കാലം യാത്ര ചെയ്തിട്ടും ഈ തണ്ടിൻ്റെ നീളം ഇങ്ങനെ കൂടി കൂടി വന്നു വരണ്ടേ. പിന്നെ അവസാനം നോക്കിയപ്പോൾ ഭഗവാനെ കാണാണ്. അത് തിരിച്ചു വന്ന് താമരപ്പൂവിൽ നിന്ന് ഇനി എവിടേക്കുമില്ല യാത്ര, ഞാൻ ഇവിടെ ഇരുന്ന് കണ്ണടച്ചിരിക്കുകയാണ്. ആ കണ്ണടച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാനെ മനസ്സിൽ കണ്ടു. അപ്പോൾ നല്ലപോലെ പറഞ്ഞു, ബ്രഹ്മാവ് എന്നോട് പറയാണ് ഭഗവാൻ, എനിക്ക് വളരെ സന്തോഷമായി. ബ്രഹ്മാവിൻ്റെ തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കണം. അപ്പോൾ ഇനി അങ്ങേക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. സൃഷ്ടികർമ്മം ഇന്നു മുതൽക്ക് അങ്ങ് ചെയ്യണം. അപ്പോൾ അത് ഇന്ന തരത്തിലൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഞാൻ സൃഷ്ടികർമ്മം ചെയ്തോളാം, പക്ഷേ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അഹങ്കാരം തോന്നും. ഇതൊക്കെ ഞാനാണ് സൃഷ്ടിച്ച്, ഞാനാണ് ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അധപ്പതനം വരും. അത് കൂടാതെ കഴിയണം, എനിക്ക് അധപ്പതനം വരരുത്. അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഇത് ചിലത് പറയും, ചിലത് പറയില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങ് പറഞ്ഞത് സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെത്. അതുകൊണ്ട് എപ്പോഴും എന്നെ വിചാരിക്കുക. എൻ്റെ മാഹാത്മ്യം മുഴുവൻ കഥകളും മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഞാൻ ആരാണെന്നും ഞാൻ എൻ്റെ ശക്തി എന്താണെന്നും ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ള ചിന്തകൾ, ഞാനാണ് ചെയ്തത്, ഞാനാണ് രക്ഷിക്കണത്, ഞാനാണിതൊക്കെ നിലനിർത്തേണ്ടത്, ഞാനിത് ആ ബോധം വരില്ല. അപ്പോൾ ഇത് ദിവസം ചിന്തിച്ചു. അപ്പോൾ ഭാഗവതം മുഴുവനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചിരിക്കും. ഈ 4 ശ്ലോകം, ശ്ലോകി ഭാഗവതം എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. 4 ശ്ലോകത്തിൻ്റെ രൂപത്തിലുള്ള ഈ ഭാഗവതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ തത്വങ്ങൾ മുഴുവനും അങ്ങേക്ക് എപ്പോഴും മനസ്സിങ്ങനെ പോവുകയും. നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭാഗവതം നല്ലോണം വായിക്കണം, നല്ലോണം കേൾക്കണം എന്നൊക്കെ. പക്ഷേ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള തിരക്കും വിഷമങ്ങളും കാര്യങ്ങളില്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും മുഴുവൻ വായിക്കാനോ നടക്കാൻ സാധിച്ചൊന്നുമില്ല. എന്നാൽ ഈ ചതുശ്ലോകി ഭാഗവതം എല്ലാവരും പഠിക്കാം. 4 ശ്ലോകമല്ലേ ഉള്ളൂ, അതും അനുഷ്ഠുപ ശ്ലോകങ്ങളാണ്. അനുഷ്ഠുപ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ 8 ശ്ലോകം, 8 അക്ഷരം ഒരു വരിയിൽ, 4 വരി, 30 അക്ഷരം. ഇതിനാണ് അനുഷ്ഠുപ ശ്ലോകം എന്ന് പറഞ്ഞാൽ. ഏറ്റവും വൃത്തങ്ങളൊന്നും ഇല്ലാത്ത ഏറ്റവും ചെറിയായിട്ടുള്ള ശ്ലോകത്തിൻ്റെ ഇതാണ് അനുഷ്ഠുപ ശ്ലോകം എന്ന് പറഞ്ഞാൽ. അനുഷ്ഠോകം ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ ചൊല്ലിത്തരാം, അത് കേട്ടാൽ മതി എല്ലാവരും. അത് എല്ലാ ദിവസവും കാണാപ്പാടാക്കുകയും ചെയ്യാം. കാണാപ്പാടാക്കി 10 ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നത്തെ ഇതായിക്കോളും. അപ്പോൾ ബ്രഹ്മാവിനെ പോലെ നമുക്കും അതൊക്കെ ചെയ്യാനും, ബ്രഹ്മാവിനെ പോലെ തന്നെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും വലിയ തെറ്റുകൂടാതെ 4 ആളുകൾ എന്ന് പറയാണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും. അതിനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞാൻ മെല്ലെ ആ ശ്ലോകങ്ങളൊന്ന് ചൊല്ലിത്തരാം, ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് അത് എല്ലാ ദിവസവും വായിക്കാനായിക്കൊണ്ട്. ചെയ്യാത്ത ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ചെയ്യുന്ന ആളുകൾ ഒന്നുകൂടി ശ്രദ്ധ വെച്ച് ചെയ്യുക. അല്ലാത്ത ആളുകൾ നാളെ മുതൽക്ക് അല്ലെങ്കിൽ ഇന്ന് മുതൽക്ക് തന്നെ അത് ചൊല്ലി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യാം. അത് 10 ദിവസം കൊണ്ട് അത് പഠിക്കാനും പറ്റും, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും പറ്റും, അത് നടപ്പിലാക്കാനും സാധിക്കും. അഹമേ വാസമേ വാഗ്രേ ന അന്യദ്യൽ സദസൽ പരം പശ്ചാദഹം യതേതച്ച യോ അവശിഷ്യേത സ്വാസ്മ്യഹം ഹൃദേ അർത്ഥം യൽ പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാ ഭാസോ യഥാ തമാം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവയേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യൽ സ്യാൽ സർവത്ര
സർവദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ 3 ശ്ലോകങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ചതുശ്ലോകി ഭാഗവതത്തിലെ ഒരു ശ്ലോകം കൂടിയും ബാക്കിയുണ്ട്. അതാണ് ഭഗവാൻ അവസാനം പറഞ്ഞു കൊടുത്തത്. ഏതാവദേവ ജിജ്ഞാസ്യം. ശ്രീസുമഹർഷി പറയാണ്, അത് ഭഗവാൻ പറഞ്ഞതല്ല, ശ്രീസുമഹർഷി പറഞ്ഞത്. ഏതാവദേവ ജിജ്ഞാസ്യം. ഇതാണ് ഒരാൾ ജീവിതത്തിലെ അനവധി ഡിഗ്രികൾ എടുത്തോളൂ, അനവധി കോഴ്സുകൾ എടുത്തോളൂ, പഠിച്ചോളൂ, മനസ്സിലാക്കിയോളൂ. മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പഠിക്കാനായിട്ട്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ടാവണേക്കാൾ മുമ്പും ഭഗവാനാണ് ഉണ്ടായിരുന്നത്. എല്ലാം ആയിത്തീർന്നതും ഭഗവാൻ തന്നെയാണ്. എല്ലാം നശിച്ചു കഴിഞ്ഞാലും ഭഗവാൻ മാത്രമാണ് അവശേഷിക്കാൻ ഉള്ളത്. ഭഗവാനാണ് എല്ലാതിനെയും രക്ഷിക്കുന്നത്. എല്ലാതിനെയും നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരാൾ അറിയപ്പെടേണ്ട അറിവെന്താണോ എന്ന് പറയും. അറിവ് എന്ന് പറയുന്നത് ഇതാണ്. അതാണ് അവസാനത്തെ ഏതാവദേവ ജിജ്ഞാസ്യം. ജിജ്ഞാസ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് ഇതാണ് പോലെയാണ്. വേറെ ഒന്നുമല്ല പോയി പഠിക്കേണ്ടത്. ഇതാണ് പഠിക്കേണ്ടത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലായി. ഈ വലിയ പുസ്തകം മുഴുവൻ എഴുതിയതും ഈ 2 വരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാവില്ല നമുക്കാർക്കും. കാരണം മായയുടെ വൈഭവം അത്ര വലുതാണ്. ആ മായ മാറണമെങ്കിൽ, തുടച്ച് നീക്കണമെങ്കിൽ ഭാഗവതം തന്നെ വേണം. ആ ഭാഗവതം തന്നെ ഉറക്കണം, ഭാഗവതം തന്നെ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ പറ്റും അത്. ഭാഗവതം നല്ലപോലെ അങ്ങോട്ട് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ അങ്ങ് ഈ ഒരു ഭാഗവതം ആ ഒരു ഇതിലേക്ക് തിരിയാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറഞ്ഞു തരാമോ? ഭാഗവതത്തിലേക്ക് തിരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ബോംബെയിൽ ഉദ്യോഗമായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബാച്ചലറായിട്ട്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, ജോലിക്ക് ബോംബെയിലെത്തിയ ഉടനെയുള്ള കാലം, ഒരു 1973-74 ആ ടൈമാണ്. 74 എന്ന് വെച്ചോളൂ. ആ എമർജൻസിക്ക് തൊട്ട് മുമ്പുള്ള ആ സമയം. ആ സമയങ്ങളിൽ ഞാൻ ബാച്ചലറായിട്ടിരിക്കുന്ന, ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അനുജൻ, ഇപ്പോൾ ദേവസ്വത്തിൽ നിന്ന് റിട്ടയറായ ചന്ദ്രശേഖരൻ ഇളയത്, അയാൾ ബോംബെയിൽ ഞാൻ വിളിച്ചു ഉണ്ടായിരുന്നു. അയാൾ ഞാനും കൂടെ താമസിക്കുന്നത്. അപ്പോൾ അയാൾ ജോലിക്ക് വല്ലുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അവിടേക്ക് വരാൻ പറഞ്ഞ് ഞങ്ങൾ 2 പേരുണ്ട്. ആ കാലഘട്ടത്തിൽ ഭാഗവതം ഇത്രയൊന്നും പ്രചരിച്ചിട്ടില്ലാത്ത കാലമായിരുന്നു അതൊക്കെ. ആ കാലഘട്ടത്തിലെ ആഞ്ഞ മാധവൻ നമ്പൂരിയുടെ സപ്താഹം ഉണ്ടാവും മാട്ടുങ്ക കൊച്ചുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ. എപ്പോഴും അത് ഞായറാഴ്ച തൊട്ട് ഞായറാഴ്ച വരെയാണ്. ഞായറാഴ്ച തുടങ്ങും, ഞായറാഴ്ച അവസാനിക്കും. അപ്പം അങ്ങനെ അറിഞ്ഞ സപ്താഹമുണ്ട് കാണുമ്പോൾ നമ്പൂരി കാണാൻ വളരെ ഒരു ഇതെന്നാ പറയുക, ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചാൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസമൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ സപ്താഹം ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോവും, ഗുരുവായൂരപ്പനത്തോളും അവിടെ നിന്ന് ഭാഗവതം കേൾക്കും. അപ്പോൾ അദ്ദേഹം ഈ ഭാഗവതം സപ്താഹം പറയുന്ന സമയത്ത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യവും ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം, ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം, ഇതൊക്കെ ധാരാളം എടുത്തെടുത്ത് ഇങ്ങനെ എപ്പോഴും പറയും. അതുപോലെ തന്നെ നാരായണനാമത്തിൻ്റെ മഹിമ, നാരായണ നാരായണ എന്ന് എല്ലാവരും ഒക്കെ ജപിപ്പിക്കും. അതിൻ്റെ മഹാത്മ്യം എപ്പോഴും ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ടാണ് ഈ ഭാഗവതം ഒന്ന് വായിക്കണം. ഞാൻ ഭാഗവതം കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ പുസ്തകം വായിക്കുകയും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഒരു പുസ്തകം കിട്ടണം, സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുസ്തകം എനിക്ക് മാതൃഭൂമി അവിടുന്ന് കോഴിക്കോട് നിന്ന് അയച്ചു തന്നു. പിന്നെ ഞാനത് വായിക്കാനുള്ളൊരു ആങ്സൈറ്റി ആയി. പിന്നെ അങ്ങനെ വായിച്ച് അപ്പോൾ സപ്താഹം ഒരൊറ്റ സപ്താഹം ഉണ്ടാവുള്ളൂ ബോംബെയിലാകെ. ഇന്ന് ദിവസത്തിലെ 50-100 കണക്കിന് സപ്താഹമുള്ള സ്ഥലത്ത് അന്ന് കൊല്ലത്തിലെ ആകെ ഒരു സപ്താഹം ആഞ്ഞം മാധവൻ നമ്പൂതിരി. ഭാഗവതം എന്ന് പറഞ്ഞാൽ ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ്, അല്ലാതെ വേറൊരാളില്ല. അങ്ങനത്തെയുള്ള കാലമായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് കുറേശ്ശെ വായിക്കാനൊക്കെ തുടങ്ങി. വായിച്ച് അപ്പോൾ ഈ സദസ്സിൽ കയറി പിടിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഒഴിവിട്ടുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് പോണേക്കാൾ മുമ്പ് ഓഫീസിൽ നിന്ന് അപ്പം മുടക്ക ദിവസങ്ങളിൽ ഒക്കെ കൂടുതൽ വായിക്കുക. അങ്ങനെ ഏതാണ്ട് കഷ്ടിച്ച് വായിക്കാനുള്ള ഒരു
സ്ഥിതിയായി തോന്നും. ആ സമയത്ത് എനിക്കൊരു സപ്താഹമായിട്ട് വായിക്കണം. അങ്ങനെ സപ്താഹമായിട്ട് ഇന്ന് ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്താണ് ഏതാണ്ട്, കാരണം അന്നത്തെ തളം ഇവിടെയായിരുന്നു, പഴയ ഇല്ലത്തിൻ്റെ തലം എവിടെയായിരുന്നു. ആ തളത്തിൽ ഈ ഭാഗത്ത് ഞാനും അവിടെ പൂജമുറിയുണ്ട്, പൂജമുറിക്ക് തൊട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെയും വേട്ടയ്ക്കരയൊക്കെ ഫോട്ടോ വെച്ച് മാലക്കിട്ട് അവിടെ ഇരുന്നും കൊണ്ടാണ് ഞാൻ സപ്താഹം വായിച്ചിരുന്നത്. മഹാപണ്ഡിതൻ, ലോകത്തെ വെച്ച പണ്ഡിതന്മാരിലെ ഒരാളായിട്ടുള്ള ഞങ്ങളുടെ അച്ഛൻ, ആ അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇരിക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ സാധിക്കുന്നത് തന്നെ. അന്ന് ആദ്യം മാസനമ്പൂരി അച്ഛനൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും അച്ഛനൊരു ആരാധനയായിരുന്നു മാസനമ്പൂരിയൊക്കെ. മാസനമ്പൂരിൽ നിന്നാണ് ഭക്തി കിട്ടിയതെന്ന് അച്ഛൻ എപ്പോഴും പറയും. എനിക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്, ഭക്തി കിട്ടിയത് എനിക്ക് മാസനമ്പൂരിയുടെ നിന്നാണ്. ഭാഗവതം കേൾക്കണോ, സപ്താഹം കേൾക്കണോ, മാസനമ്പൂരിയുടെ അടുത്ത് നിന്ന് കേൾക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ലീവിന് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അച്ഛനും അമ്മയും കൂടിയിട്ട് മാസനമ്പൂരിയുടെ സപ്താഹം കേൾക്കാൻ വേണ്ടി ഇല്ലത്ത് പോകും. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ടാവും. ഞാൻ ആ സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരമോ അല്ലെങ്കിൽ കാലത്തോ പോയി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കേൾക്കും. അങ്ങനെ കേട്ട ഒരു തവണ അച്ഛൻ പറഞ്ഞു, മാസനമ്പൂരിക്ക് ഒരു ദക്ഷിണമൊക്കെ കൊടുത്ത് നമസ്കരിച്ച് വായന. അങ്ങനെ അച്ഛൻ മുണ്ട് വാങ്ങിച്ചു വെച്ചു, അച്ഛൻ ദക്ഷിണ കൊടുക്കാനുള്ള പൈസ തന്നു. എന്നിട്ട് ഞാൻ ദക്ഷിണ കൊടുത്ത് അദ്ദേഹം നമസ്കരിച്ചേ ഞാൻ ഉപദേശം വേണമെന്ന് പറഞ്ഞു. മാഷിൻ്റെ കുട്ടികൾക്കൊക്കെ എന്തിനാ ഉപദേശം, ഭാഗവതം എടുത്തോളൂ, വായിച്ചോളൂ, അച്ഛൻ മതി, അച്ഛൻ്റെ ഒരു ഇതുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വായിക്കാൻ. അപ്പം അച്ഛന് ശരിക്കും അച്ഛൻ ആ സമയത്ത് ആദ്യമൊക്കെ എന്താ വായനയുണ്ട്, അദ്ദേഹത്തിന് വായന ഉണ്ടായിരുന്നു? അച്ഛൻ അങ്ങനെ വായനയായിരുന്നു. അച്ഛൻ ഈ തൃപ്പൂണിത്തുറ സംസ്കൃതത്തിൽ നിന്നാണ് അച്ഛൻ ന്യായഭൂഷണം പാസ്സായിട്ടാണ് ഇവിടെ പാർട്ടി സംസ്കൃത കോളേജിലെ ഉദ്യോഗത്തിൽ ചേർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് 31 കൊല്ലം ശമ്പളമൊന്നും കാര്യമായിട്ടില്ലാതെ എല്ലാം തുച്ഛമായിട്ട് 10-9 റുപ്യ കൊടുത്താൽ കിട്ടി കൊടുത്തു അത്രേ ഉള്ളൂ. ഒക്കെ അങ്ങേറ്റം MA MHDക്കാർ PhD ബിരുദമുള്ള ആളുകളാണ്, മാഷന്മാരെ പഠിപ്പിക്കുന്നതാണ് സംസ്കൃത കോളേജ്. ആ കോളേജിലെ പ്രൊഫസറുടെ കഥയായി പറഞ്ഞേ, ശമ്പളം കിട്ടുന്നത് 30 റുപ്യ 50 റുപ്യ കൊടുത്താലായി. അച്ഛൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. ഒരു ഈ പറമ്പും കാര്യം ഒന്നും ഭൂമിക്കൊന്നും വരില്ല. അന്ന് ദാരിദ്ര്യം അല്ല, ഒരിക്കലും പണം എന്ന് പറഞ്ഞില്ല, അങ്ങനെയുള്ള കാലമാണ്. അങ്ങനെ അച്ഛൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 31 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജോലി വിട്ടു എല്ലാവരും. അവിടെ പഠിപ്പിക്കുന്നവരൊക്കെ അച്ഛനെ ഒരു ബഹുമാനം കാരണമാണ് എല്ലാവരും നിന്നേരുന്നത് അവിടെ. പിന്നെ അച്ഛൻ തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു എല്ലാവരോടും പിരിഞ്ഞിട്ട് വേറെ ഉദ്യോഗം നോക്കിക്കൊള്ളാൻ. അച്ഛൻ്റെ അനുവാദം കിട്ടിയപ്പോൾ എല്ലാവരും ചില കലാമണ്ഡലത്തിലായി, ചില കേരളോർമ്മയിൽ പോയി. അവരൊക്കെ വലിയ നിലയിലെത്തി. അച്ഛൻ എങ്ങോട്ട് പോയില്ല, അച്ഛൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗുരുവായൂർ ദേവസ്ഥയിലെ ആയിട്ട് അച്ഛന് ബന്ധമുള്ളതുകൊണ്ട് ഗുരുവായൂർ ദേവസ്ഥയിലെ ശ്രീകൃഷ്ണ കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ ഒരാൾ വേണം. സംസ്കൃതം ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ അവിടെ, ഡിഗ്രി ഒന്നുമില്ല. ഇപ്പോൾ കോളേജ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ ഒരാളുണ്ട് ഓൾറെഡി. എൻ്റെ ഈ കൃഷ്ണനുണ്ണി മാഷയുടെ മകൻ വിജയനുണ്ണി മാഷുണ്ട്. അപ്പോൾ ഒരാളും കൂടിയും വേണമെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റും കൂടി വന്ന് ആ പോസ്റ്റിലാണ് അച്ഛനെ. അങ്ങനെ അച്ഛൻ ഈ ആഞ്ഞം അദ്ദേഹമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടാവാൻ കാരണം തമ്മിൽ എങ്ങനെയാണ് പരിചയം? കാരണം ആഞ്ഞം ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവരും ആദരിക്കുന്ന ഒരാളായിരുന്നു. ഒരു ഗുരുനാഥ തുല്യനായിട്ടുള്ള ആളായിരുന്നു ആഞ്ഞം, ഗുരുവായൂർക്കാർക്കൊക്കെ ഭക്തമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു നീലകണ്ഠ സ്വാമി. നീലകണ്ഠ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു മാസനമ്പൂരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച നാമജപം തുടർന്നത് മാസനമ്പൂരിയായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 1 മണിക്കൂർ സമയം നാരായണ നാമം ജപിച്ച്, നാരായണ നാമത്തിൻ്റെ ഭക്തിയുടെ മഹാത്മ്യം ആരെങ്കിലും ഒരാൾ, ഗുരുനാഥൻ എല്ലാ ദിവസവും പറയും, വേറെ ആരെങ്കിലും അതിഥികളായിട്ട് ആദരിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ. അപ്പോൾ അച്ഛനൊക്കെ ചിലപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് സന്ധ്യ സമയത്ത് തൊഴാൻ ചെയ്താൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ മാഷ് മുമ്പിലിരിക്കൂ, വരൂ അച്ഛൻ. അങ്ങനെ ഇരുന്ന് അപ്പോൾ അച്ഛൻ കൊണ്ട് പ്രഭാഷണം പറയിപ്പിക്കും. അപ്പോൾ അച്ഛനെ മാസനമ്പൂരി അങ്ങോട്ട് ബഹുമാനം, ഇങ്ങോട്ടും മാസനമ്പൂരിക്ക് അച്ഛനെയും
ബഹുമാനമാണ്. അതുമാത്രമല്ല വല്ലപ്പോഴൊക്കെ ഗുരുവായൂർക്കോ മറ്റേ മദ്രാശിക്കോ പോകുമ്പോൾ മാഷും കൂടെ പോരുകയാണെങ്കിൽ അച്ഛൻ പോകാറില്ല. എൻ്റെ അകലേക്കുള്ള സപ്താഹത്തിനൊന്നും അച്ഛൻ പോകാറില്ല. അവിടെ ഗുരുവായൂർ അമ്പലത്തിലും ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ അങ്ങനെയാണ് അച്ഛനൊരു വളരെ ആദരവായിരുന്നു അതൊന്നുപരി. ഈ ആഞ്ഞം അദ്ദേഹത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ? മറ്റുള്ള ഒരുപാട് വായനക്കാർ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇല്ല, അക്കാലം ഇല്ല. ആ കാലത്തിൽ വളരെ ആഞ്ഞം, അതുപോലെ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പിന്നെ പാലേരി നാരായണൻ നമ്പൂതിരിപ്പാട്, അങ്ങനെ വളരെ അപൂർവം ആളുകളുള്ളൂ എന്ന്. അന്ന് ഇത്രയൊന്നും പ്രചാരമില്ല ഭാഗവതന്. ഭാഗവതം അറിയില്ല. ക്ഷേത്രങ്ങളിൽ സത്ത ഉണ്ടെങ്കിൽ തന്നെ ഒരു പറയണ നമ്മൾ കേൾക്കാൻ ഒരു 4-5 ആളുണ്ടെങ്കിൽ ഭാഗ്യം. 2-3 ചിലപ്പോൾ 2-3 ആളുണ്ടാവും, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല കേൾക്കാൻ. വെറുതെ ഇരുന്ന് വായിക്കുക. ഇദ്ദേഹത്തിൻ്റെ വായനയ്ക്ക് ഒരു ഭക്തിരസം കൂടുതലായിരുന്നു. ഭക്തിരസം കൂടുതലായിരുന്നു. ഭക്തിയുടെ മാഹാത്മ്യമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഭക്തന്മാരുടെ അനുഭവ കഥകൾ പറഞ്ഞു കൊടുക്കും. ഓരോ ആപത്തു നിന്ന് ആളുകളെ രക്ഷിച്ചിട്ടുള്ള ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് എന്നൊക്കെ അനുഭവ കഥകൾ അദ്ദേഹം സപ്താഹ സമയത്തും നാമജപം എല്ലാ ദിവസവും നാമജപം നടക്കുമ്പോൾ ആ സദസ്സിൽ വെച്ചൊക്കെ അതിലൊക്കെ അച്ഛൻ പോവും. അപ്പോൾ അച്ഛനാണെങ്കിൽ മഹാപണ്ഡിതനാണ്. ഞങ്ങളുടെ അച്ഛനായതുകൊണ്ട് പറയല്ല, അവിടെ കേരളത്തിലെ സാഹിത്യകാരന്മാരിലെ മലയാള സാഹിത്യകാരന്മാരിലെ 99% ആളുകളും അച്ഛൻ്റെ ശിഷ്യന്മാരും അച്ഛൻ്റെ ശിഷ്യതുല്യന്മാരും അച്ഛനെ ആരാധിക്കുന്ന ആളുകളുമായിരുന്നു. ആ ഒരു വലിയൊരു കാലഘട്ടം. അങ്ങനെയുള്ള അച്ഛൻ മാധവൻപുരി അടുത്ത് ചെന്ന് സപ്താഹം കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മറ്റ് ഗുരുവായൂരാണല്ലോ സ്ഥലം. അപ്പം മറ്റേ MA PhD ഒക്കെ ഉണ്ടാവും. അച്ഛനെ ധാരാളം അറിയും, അച്ഛനെ ധാരാളം ബഹുമാനിക്കുന്ന ആളുകളുണ്ടാവും. പിന്നെ സമയത്തൊക്കെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് കുറച്ച് നേരം അപ്പോൾ അച്ഛനെ വഴിക്ക് വെച്ച് കാണുമ്പോഴൊക്കെ മറ്റ് മാഷന്മാരെയൊക്കെ ചോദിക്കും, മാഷ് എന്തിനാ ഈ ആഞ്ഞത്തിൻ്റെ സപ്താഹത്തിന് പോണേ? ആഞ്ഞത്തിന് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, മറ്റേ സംസ്കൃത പാണ്ഡിത്യമൊക്കെ കുറവാണ്. അപ്പോൾ ഒരു ജ്ഞാനിയും അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് ഈ ഭക്തിയുടെ ഇത് ഭക്തിയുടെ അനുഭവ കഥകൾ. അപ്പോൾ മാഷ് എന്താണ്? അപ്പം അച്ഛൻ ആദ്യമൊന്നും പറയില്ല, പെട്ടെന്ന് അങ്ങനെ അച്ഛൻ പറയും, എനിക്ക് ഈ ആഞ്ഞത്തിൻ്റെ സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ അനുഭവം, ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെനിക്ക് മറ്റെവിടെ പോയാലും കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല എന്താണോ അത് കിട്ടുന്ന സ്ഥലത്തല്ലേ നമ്മൾ പോവുക. കിട്ടാത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ അന്വേഷിച്ച് നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ അതെന്താ മാഷയത് ഭക്തി വേറൊന്നുമല്ല. ഗുരുവായൂരപ്പനെ തൊഴണം, ഗുരുവായൂരപ്പനെ നമസ്കരിക്കണം, ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കണം, ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കണം എന്ന് തോന്നിച്ചത് ഈ ആഞ്ഞാണ്. അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് പറഞ്ഞു തന്നത് ആഞ്ഞാണ്. അതെനിക്ക് അനുഭവമായി. അദ്ദേഹം പറഞ്ഞു തന്നു, നാമം ജപിച്ചാൽ എന്നതുണ്ട്, ഭാഗവതം വായിച്ചാൽ എന്ന അനുഭവമുണ്ട് എന്ന് എനിക്ക് അനുഭവം ഉണ്ടാക്കി തന്നത് ആഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ആഞ്ഞത്ത്. ഈ അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അനവധി ആളുകൾ ഭാഗവതത്തിലേക്ക് തിരിഞ്ഞവരുണ്ട്. അന്ന് വരെ ആഞ്ഞത്തിനെ പുച്ഛമായിട്ട് ആഞ്ഞത്തിൻ്റെ തന്നെല്ലാം ഇങ്ങോട്ട് തലതിരിക്കും. അങ്ങനെ പോയിരുന്ന ആളുകൾ ആഞ്ഞത്തിൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ച് അച്ഛൻ്റെ ഈ വാക്ക് കേട്ടതിൻ്റെ, കാരണം അച്ഛൻ അത്രയും അറിവുള്ള ആളും അത്രയും എല്ലാവർക്കും ഒരു ഗുരുതുല്യനായിട്ടുള്ള ആളായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞ് അനവധി ആൾ എനിക്കറിയാം. അച്ഛൻ്റെ പേര് പ്രൊഫസർ PC വാസുദേവൻ ഇളയത്. ഗുരുവായൂരെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഉപദേശം തന്നെ അവർ സ്വീകരിച്ച് ഗുരുവായൂർ ഏതാണ്ടൊരു 1978 മുതൽക്ക് 78-77 മുതൽക്ക് തീപിടിച്ചുല്ലോ ഗുരുവായൂരമ്പലം. തീപിടിച്ചതിന് ശേഷം ഈ കണ്ണൊക്കെ പുതിയതുണ്ടാക്കിയതാണ്. അതിന് ശേഷം ഉണ്ടാക്കി വന്ന സമയത്ത് ഒരു അന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല. സാമുദ്രിപ്പാടിൻ്റെയാണ് അമ്പലം. സാമുദ്രിപ്പാട് എന്ന് പറഞ്ഞാൽ രാജാവ്, കോഴിക്കോട് രാജാവാണ്. അപ്പോൾ രാജാവിൻ്റെ ഇതായതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തത്. രാജഭരണമൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് ഇതെടുത്ത്. ആ സമയത്ത് ഈ ഏതാണ്ട് 1977-78 ആ കാലഘട്ടത്തിൽ ദേവസ്വം ഒരു തീരുമാനമെടുത്തു,
ഗുരുവായൂരപ്പൻ്റെ വകയായിട്ട് ദേവസ്വത്തിൻ്റെ വകയായിട്ട് കൊല്ലത്തിലൊരു സപ്താഹം നടത്തണം. ഗുരുവായൂരപ്പൻ്റെ ചിലവ്, ഗുരുവായൂരപ്പൻ്റെ ആളുകളെ ക്ഷണിച്ചു വരുത്തി എല്ലാവർക്കും ചെയ്തു. ആ സപ്താഹത്തിൻ്റെ ചുമതല മുഴുവൻ കൊടുത്തിരുന്ന അച്ഛനായിരുന്നു. എങ്ങനെയാണ് നടത്തുന്നത്? അച്ഛൻ ആചാര്യനായിട്ട് ഇരിക്കാറില്ല കേട്ടോ. അച്ഛൻ ഇതൊന്നൊക്കെ കാരണം അച്ഛനെ ഭാഗവതാണെങ്കിൽ എപ്പോഴും വായിക്കാം. സൂര്യനില്ലേ, സൂര്യനെ രാവും പകലുണ്ടോ? സൂര്യൻ എപ്പോഴും ഉണ്ട്. സൂര്യനെ നമ്മൾ കാണില്ല എന്നല്ലാണ്ട് അതേപോലെയാണ് ഭാഗവതത്തിനെ ഇക്കാലത്ത് എപ്പോൾ വേണമെങ്കിൽ വായിക്കാം, എപ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്യാം. മരുന്നുകൾ അസുഖമുള്ള സമയത്തല്ലേ മരുന്ന് കഴിക്കുക. ഭവരോഗം മാറാനുള്ളതാണ് ഭാഗവതം. അച്ഛൻ ഇങ്ങനെയാണ് പറയാറ്. ഭവരോഗം മാറാനുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം രാത്രി ചില അന്ധവിശ്വാസങ്ങളുണ്ടേ. രാത്രി വായിക്കാൻ പാടില്ല, ഊണ് കഴിഞ്ഞാൽ വായിക്കാൻ പാടില്ല, വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പാടില്ല. അപ്പോൾ വായനയൊക്കെ നടത്തുകയാണെങ്കിൽ സൂര്യോദയം മുതൽക്ക് സൂര്യാസ്തമയം വരെ, അങ്ങനെയാണ് സാധാരണ നിയമം. അതൊക്കെ എന്തായിരുന്നു അറിയോ? പണ്ടത്തെ കാലത്ത് ഈ വൈദ്യുതി വെളിച്ചങ്ങളൊന്നുമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ 5 മണി 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കണ്ടു കാണില്ല, ആളുകൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ നോക്കിയിട്ടാണ് ഈ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. ഇന്നതല്ല കഥ. ഏത് രാത്രിക്കും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റായി, സൗകര്യമായി, എവിടേക്ക് പോകാൻ വാഹനങ്ങളുണ്ട്, പോവാം. പിന്നെ എന്താ പോയി ഭാഗവതം കേട്ടാൽ എന്താ വിഷമം, ഭാഗവതം വായിച്ചാൽ എന്താ വിഷമം? അച്ഛൻ അങ്ങനെയാണ് പറയാറ്. അങ്ങനെ പറഞ്ഞു അനവധി ആളുകൾ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങ് ബദരിയിലൊക്കെ സപ്താഹം ഉണ്ടായിട്ടുണ്ടല്ലേ? ഇതിന് ശേഷം വായന തുടങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഗുരുവായൂരിന്ന് വായന തുടങ്ങി 107 സപ്താഹങ്ങൾ നടത്തി. 108ാമത്തെ സപ്താഹം ബദരിയിൽ വെച്ചിട്ട് നടത്തുന്ന മുഖത്തോട് സംഘത്തോടു കൂടി ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹമല്ല ഇതെല്ലാ ദിക്കിലും എവിടെ ചെന്നാലും തടസ്സങ്ങളില്ലാതെയും വിഷമങ്ങളില്ലാതെയും എനിക്ക് നിർവഹിക്കാനും അല്പസ്വല്പ അതൊന്നും ഇതില്ല. എന്നാലും അതൊക്കെ സാധിച്ച്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കുട്ടിക്കാലത്ത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ അച്ഛൻ്റെ ഒരു അലമാരി ഉണ്ടായിരുന്നു. ഓപ്പൺ അലമാരിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യുക, ആർക്ക് വായിക്കുകയും ചെയ്യുക, ആർക്ക് ചെയ്യുകയും ചെയ്യുക, അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ കുട്ടിക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനും പിടിക്കാനൊക്കെ പറയും അച്ഛൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും, പിടിക്കുകയൊക്കെ. അപ്പോൾ 5-6 പടികളുണ്ട്. ഈ പടികളിലെ പുസ്തകങ്ങൾ അനവധി ഭാഷ, സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, തമിഴ് പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ മടക്കി ആ വെക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബദരി യാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകം ആഞ്ഞമാസം നമ്പൂരി എഴുതിയതാണ്. ആഞ്ഞമാസം നമ്പൂരി ബദരിയിൽ സപ്താഹം നടത്തിയിട്ടുണ്ട്. അനവധി ആളുകളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ യാത്രയുടെ അനുഭവമാണ് അദ്ദേഹം എൻ്റെ ബദരി യാത്ര. ഞാനിത് വായിച്ചു, എനിക്ക് എനിക്കൊന്ന് ബദരി പോകണം, എനിക്കൊന്ന് ബദരി പോയി ഭാഗവതം വായിക്കണം. അപ്പോൾ ഗുരുനാഥൻ ഗച്ഛോദ്ധവമയാദിഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കണം കേൾക്കുമ്പോൾ വലിയത് തന്നെ. ബദരിയിലത്തെ അളകാനന്ദ നദിയിലത്തെ ജലവും ആ ജലത്തിലുള്ള സ്നാനത്തെ പറ്റിയിട്ടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ മഹിമൊക്കെ പറയാം. കാരണം ബദരി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാക്ഷാൽ വൈകുണ്ഠാണ്. ബദരീനാഥ് എന്ന് പറഞ്ഞാൽ, ബദരീനാരായണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠ സ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് ബദരിയിൽ പോകണം എന്നുള്ള ഇത്. അങ്ങനെ ഞാൻ ബദരിയിൽ പോകാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ അത് കുറേ ആളുകൾ, ഏതാണ്ട് ഒരു 100ൻ്റെ അടുത്ത് 98-99ഓളം ആളുകളുണ്ടായിരുന്നു അന്ന് കൂടെ പോരാനായിട്ട്. എന്തായാലും അത് സാധിച്ചു. ആ സമയത്താണ് ഞാൻ വലിയൊരു ആളുകളെ കൊണ്ടൊക്കെ ഭാഗവത സപ്താഹ വിധിയിലെ ഒരു അതാണ്. ഭാഗവത സപ്താഹത്തിൻ്റെ അവസാനത്തിലെ ആരാണോ ഈ ഭാഗവത ശ്രവണം ചെയ്തത്, സപ്താഹം ശ്രവണം ചെയ്തത്, ആ ആൾ ആ ശ്രീമദ് ഭാഗവതം മുഴുവൻ കൈകൊണ്ട് എഴുതി ലളിതം ലളിതാക്ഷരം എന്നാണ്. എങ്ങനെയെങ്കിലും കുത്തിക്കൂട്ടി വളരെ മെല്ലെ സാവകാശത്തിൽ ശ്രദ്ധയോടുകൂടി എഴുതി ഒരു പുസ്തകമാക്കിയിട്ട് അത് സ്വർണം കൊണ്ടുള്ള ഒരു പീഠം ഉണ്ടാക്കി ആ പീഠത്തിന്മേൽ വെച്ച് ദക്ഷിണയോടുകൂടി മറ്റേ വസ്ത്രത്തോടുകൂടി ഗുരുനാഥനെ ആചാര്യനെ കൊടുത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ സകല വിധത്തിലുള്ള ജന്മജന്മാന്തരമായിട്ടുള്ള സകല പാപങ്ങളും പ്രാരബ്ധങ്ങളും നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭാഗവത വിധിയിൽ തന്നെ. അപ്പോൾ ആ വിധിപ്രകാരം ഒരെണ്ണം എനിക്ക് തന്നെ എഴുതാൻ സാധിക്കില്ല. എന്നാൽ ഓരോ അധ്യായം ഓരോ ആളുകളെ കൊണ്ട് എഴുതിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന ശ്രീമദ് ഭാഗവത ഗ്രന്ഥം
അത്ര വലുത് അത് എടുക്കാൻ തന്നെ വലിയ ഭാരം. അപ്പോൾ അതിൻ്റെ എഴുതേണ്ടതിൻ്റെ കഥയോ അല്ലെങ്കിൽ അപ്പോൾ അത് അനവധി ആളുകളെ കൊണ്ട് എഴുതിക്കാൻ എന്തോ ഗുരുവായൂരപ്പൻ, ഗുരുനാഥൻ, അച്ഛൻ, അമ്മ, ഇപ്പോൾ ആചാര്യന്മാരൊക്കെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കാനും അത് സമർപ്പിക്കാനും സാധിച്ചു. ഈ ഹസ്തലിഖിതമായിട്ട് എഴുതുന്ന വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇങ്ങനെ അതിനു മുമ്പ് അങ്ങനെയൊന്ന് കേട്ടിട്ട് തന്നെ ഇല്ല. ഈ സാധാരണ വളരെ വളരെ അപൂർവമാണ്. വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ഇതാണ്. ഞാൻ ഭാഗവതം ബോംബെയിൽ വെച്ചത് എനിക്ക് വലിയ അറിവുണ്ടായിട്ടില്ല, വലിയ പാണ്ഡിത്യമില്ല എനിക്ക്. ഈ അച്ഛനും ആഞ്ഞും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ പിന്നെ ആ സമയത്ത് ഞാൻ ഭാഗവതം ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും മറ്റുള്ളവർക്ക് എൻ്റെ കയ്യിൽ എന്താണല്ലേ അതല്ലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ആളുകളെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഭാഗവതം വായിപ്പിക്കാനും അതിൻ്റെ ഏതാണ്ടൊരു രൂപം കഥകളും കാര്യങ്ങളുമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്നാണ് വായിക്കാൻ പോണത്, ഇന്നാണ് കാര്യം, അങ്ങനെയായിട്ട് അങ്ങനെ ഏതാണ്ടൊരു 1000-ലധികം ആളുകൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയും ഒരു 8-12 സ്ഥലങ്ങളിലായിട്ട് ക്ലാസ്സുകൾ നടത്തുകയും അനവധി കാലം ഇവരൊക്കെ കൊച്ചു കുട്ടികളാണ്, സാരഥിയും ഇതൊക്കെ അങ്ങനെ പഠിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഒരേ പുസ്തകങ്ങൾ എഴുതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 50-60 പുസ്തകം ആളുകൾ ഒറ്റയ്ക്ക് കേട്ടോ, അത് കുറേ ദിവസങ്ങളെ കൊണ്ട് ഏതാണ്ടൊരു 2 മാസം 1 മാസം 2 മാസത്തെ കൊണ്ട് കാലഘട്ടത്തെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പുസ്തകം എഴുതിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ഞാനത് സ്വീകരിച്ച് അവർക്കത് ഭഗവാനെ പ്രദാസ്തമായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. സൂക്ഷിച്ചു വെച്ചോളൂ, എല്ലാ ദിവസവും ഇത് പൂജിച്ചാൽ മതി, തൊട്ട് നമസ്കരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഗുരുവായൂർ വെച്ചൊരു അനുഭവം ഉണ്ടായ കഥ മുമ്പേ പറഞ്ഞില്ലേ, ഒരു സപ്താഹം നടത്തുന്ന ഒരു കഥ? ഞാൻ ഇവിടെ ഈ ഇല്ലത്തെ പഴയ ഇല്ലുള്ള കാലമാണ്. ഈ പഴയ ഇല്ലുള്ള കാലത്താണ് ഞങ്ങളുടെ ഒരു മരുമകൻ്റെ വേളി. അപ്പോൾ അതിനൂണ് ഇല്ലത്ത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ കഴിഞ്ഞിട്ട് വേളി ഗുരുവായൂരെ രുക്മിണി മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് ഇവിടുന്ന് ബസ്സിന് പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ അമേരിക്കയിലാണ് ജോലിയൊക്കെ. അപ്പോൾ അത് കാരണം ഇവിടെ അവർക്ക് ആരുമില്ല. അപ്പോൾ അച്ഛനാണ്, മോളുടെ മോനാണല്ലോ, മുത്തച്ഛനാണ് അച്ഛൻ. അവർ അപ്പോൾ അച്ഛനാണ് ഒക്കെ ചെയ്ത് വണ്ടി ഏൽപ്പിക്കലും കാര്യങ്ങളും പോകാനുള്ള വേളിയും മറ്റൊക്കെ എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടൊക്കെ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഇവിടുന്ന് വണ്ടി പോകുമായിരുന്നു ഗുരുവായൂർക്ക്. അതിനോട് കഴിഞ്ഞ് വേളിക്കുള്ള ഇതായിട്ട് പോവുകയാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ 2 ബസ്സുണ്ട്. 2 ബസ്സിലേക്കിട്ട് ഇവിടുന്ന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വന്നേ അതേപോലെ 2 വണ്ടിയായിട്ട് ഗുരുവായൂർക്ക് പോവാം. ഈ പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് എനിക്ക്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ബദരി യാത്ര എന്ന് പറഞ്ഞുള്ള ആ പുസ്തകം വായിച്ച് എനിക്ക് ബദരി പോകണം, ബദരിയിലെ പുസ്തകം വായിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. വെച്ചാലും എനിക്ക് 108 ഭാഗവത സപ്താഹം ഗുരുവായൂരിൽ നിന്ന് തുടങ്ങുക, ബദരിയിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായത് ആ സമയത്താണ്. ഈ വേളിക്ക് ഗുരുവായൂർക്ക് പോവാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് വേളിക്ക് സമയമുണ്ട് തുടങ്ങാൻ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴാം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ എൻ്റെ ഈ ആശയം മനസ്സിലേക്ക്, ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പ്രദക്ഷിണം ചൂണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കടലാസ് മേടിച്ചിട്ട് ടു ദി മാനേജർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്നും പറഞ്ഞ് ചെറിയൊരു കടലാസ് കേട്ടോ, ഒരു എഴുത്തെഴുതി മലയാളത്തിൽ എഴുത്തെഴുതി സൈൻ ചെയ്ത് അവിടെ ഓഫീസിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ എന്താ എഴുതിയേക്കണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു സപ്താഹം മാലയായിട്ട് തുടങ്ങണമെന്നുണ്ട്, 108 സപ്താഹം. അതിന് ആദ്യത്തെ സപ്താഹം എനിക്ക് ഗുരുവായൂരിൽ നിന്ന് തുടങ്ങിയിട്ട് ബദരിയിൽ സമർപ്പിക്കണമെന്നുണ്ട്. അതിനുള്ള ഒരു ആദ്യത്തെ സപ്താഹം നടത്താൻ അനുവാദം തരണം എന്ന് പറഞ്ഞ് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്നും പറഞ്ഞ് എഴുതിയിട്ട് അതാണ് കൊടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചത് കിട്ടുമ്പോൾ ഏതാണ്ടൊരു മെയ് ജൂൺ ആ വെക്കേഷൻ സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ ഇത് വന്ന് ആ സമയത്തായിരുന്നു വേളി നോക്കിണ്ടായിരുന്നു പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെയിലത്തെ അഡ്രസ്സിലാണ് അയച്ചത്. ബോംബെയിലെ അഡ്രസ്സിൽ എഴുത്തൊന്നും വന്നില്ല.
കുറേ ദിവസം. അപ്പോൾ ഞാൻ എഴുതിയിട്ട് ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഒക്ടോബർ 2 മുതൽക്ക് മറ്റേ 10 വരെയാണ്. അല്ല 10 അല്ല, 2 തൊട്ട് 10 വരെ ഇവിടെ വായിക്കണം, ഗുരുവായൂർ വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ അനുജൻ ചന്ദ്രൻ്റെ ദേവസ്വത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാം എന്നോട്. അത് കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ലൊക്കെ എഴുതണം. എഴുത്തെഴുതിയാൽ തന്നെ 5-6 ദിവസമൊക്കെ വൈകും കിട്ടാൻ. അപ്പോൾ ഓരോന്നിനുള്ള ഡിലേ പറയാം ഞാൻ. ഇന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഫോൺ ചെയ്ത് ഒന്നും പറ്റില്ല. ഫോൺ ചെയ്തപ്പോൾ ചന്ദ്രൻ എഴുതി, നാരായണേട്ടൻ്റെ സപ്താഹം അനുവാദം തന്നിട്ട് ഇവിടുന്ന് മറുപടി അയച്ചിട്ടുണ്ട്. സപ്താഹം അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവന് ഇല്ല, ഒക്ടോബർ 2 മുതൽക്ക് ഇവിടെ അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചന്ദ്രൻ ഒരു കാര്യം ചെയ്യുക, ആ ലെറ്റർ ഒന്ന് മേടിച്ച് വയ്ക്കൂ. ഞാൻ എന്തായാലും സപ്താഹത്തിന് പുറപ്പെടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ലെറ്റർ കിട്ടണേ, അനുവദിച്ചിട്ടുള്ള ലെറ്റർ. സപ്താഹത്തിനോട് ചെന്നപ്പോൾ വായിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 108 സപ്താഹങ്ങൾ നടത്താനുള്ള അനുവാദം തന്നിരിക്കണമെന്നും പറഞ്ഞിട്ട് ലെറ്റർ വന്നേ. ഞാൻ 108 സപ്താഹത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടില്ലല്ലോ ആരോ. അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പൻ 108 സപ്താഹം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതെന്താ എനിക്ക് കിട്ടാണ്ട് വരാൻ കാരണം വെച്ചാൽ ഇത് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തേക്കണേ ലെറ്റർ. ഇതിൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള മദ്രാസിലാണ്. ടൈപ്പ് ചെയ്തതിൽ മലയാളത്തിൽ തന്നെയാണ് ടൈപ്പ് ചെയ്ത് ബോംബെക്ക് അയച്ചേക്കണേ. അത് കാരണം അത് മലയാളം വായിക്കാനൊന്നും പറ്റില്ലല്ലോ അവിടെയില്ല. അങ്ങനെയാണ് ലെറ്റർ പറഞ്ഞ് കിട്ടാണ്ട് വന്നത്. അത് തിരിച്ചു വന്ന ദേവസ്വം തന്നെ, ഗവൺമെൻറ് തന്നെ. അത് കാരണം പോയില്ല ലെറ്റർ എവിടെയും. ലെറ്റർ തിരിച്ചവിടെ വന്നു. ഞാൻ വന്നപ്പോൾ ആ ലെറ്റർ കാണിച്ചു തന്നു. ഇതാണ് നാരായണൻ അയച്ചുള്ള ലെറ്റർ, അത് നല്ലത്. അങ്ങനെയാണ് എനിക്ക് ഇതുണ്ടായത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയതും ഇതൊക്കെ. അച്ഛനെ അവിടെ വരാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛന് അപ്പോഴേക്കും വയ്യാണ്ട് ആയിരിക്കണം. തീരെ കിടപ്പൊന്നുമല്ല, എന്നാലും യാത്രകളൊന്നും വയ്യ. പുറമേക്ക് പോയി താമസിക്കാനൊന്നും വയ്യ. അയാളുടെ രൂപ ആയതുകൊണ്ട് അച്ഛൻ ചന്ദ്രനോട് പറഞ്ഞ് ഏൽപ്പിക്കും, മറ്റേ നാരായണൻ്റെ വല്ല കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തോന്നി നോക്കണം പറയും. അതുപോലെ തന്നെ വരുന്ന ആളുകളോടൊക്കെ ചോദിക്കും, നാരായണൻ്റെ സപ്താഹം 2 ദിവസമാണ് 3 ദിവസമാണ് ഏതായി എല്ലാ കാര്യങ്ങളെയും പറ്റി ചോദിക്കും. അപ്പോൾ ദേവേട്ടൻ ഞാൻ പറഞ്ഞത് നേരത്തെ FACTയിൽ എൻജിനീയറാണ്. ഇപ്പോൾ ഏട്ടനിടയ്ക്ക് ഇവിടെ വരും, 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ ഇല്ലത്ത് വരും. വരുന്ന സമയത്ത് ദേവേട്ടനോട് പറയും, ദേവ ഒന്ന് ഗുരുവായൂർ പോയിട്ട് ഒന്ന് അന്വേഷിക്കൂ, നാരായണൻ്റെ സപ്താഹം നടക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാൻ നമുക്ക്. പിന്നെ നാരായണനോട് പറയണം, പ്രത്യേകിച്ച് മേശാന്തി ഒന്ന് കണ്ട് നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കണം. ഗുരുവായൂരപ്പനാണ് അവിടുത്തെ മേശാന്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദക്ഷിണ കൊടുത്ത് നമസ്കാരം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു നേരം സാധിക്കുമെങ്കിൽ വന്ന് ആ യജ്ഞമണ്ഡപത്തിൽ വന്ന് ഒന്നൊരു പൂജ കഴിച്ച് ഒന്ന് നേരിക്കാൻ പറയണം. എല്ലാ സപ്താഹങ്ങൾക്കും പതിവുണ്ട് അവിടെ. അമ്പലത്തിൽ വെച്ച് സപ്താഹം നടക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്. എന്നപോലെ അതുപോലെ ഈ ചെയ്തു, അദ്ദേഹം വന്ന് പൂജ വയ്ക്കുകയും ചെയ്തു അച്ഛനങ്ങനെ. അപ്പോൾ അച്ഛനെ എനിക്ക് സപ്താഹം കേൾപ്പിക്കാൻ സാധിച്ചില്ല. ഒരു തവണ അച്ഛൻ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന സമയത്ത്, നാരായണൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഞാൻ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് അച്ഛനെയും അമ്മയും ആ ഭാഗവതത്തെ ഞാൻ പറയണ വിഡ്ഢിത്തം അത് അച്ഛനെ ഒന്ന് കേൾപ്പിക്കാൻ, ഞാൻ ഇതാണ് അച്ഛാ പറഞ്ഞത്, ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്, കുറേ കൊല്ലം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറേ മറന്നുപോയി, എന്നാൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നൊന്ന് ഫോട്ടോ വെച്ചിട്ട് കേൾപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പ്രസ്ഥാനം ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപമാനിക്കരുത്, വേദനിപ്പിക്കരുത് എന്നുള്ള ചിന്ത ഉണ്ടാവും. ശത്രുക്കളില്ല, ഇല്ല, അവർക്ക് പിന്നെ ശത്രുക്കളില്ല. ഇതൊക്കെ കഷ്ടിച്ച് എനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങയുടെ അനുജനാണല്ലേ? എൻ്റെ അനുജനാണ് ഡോക്ടർ PC മുരളി മാധവൻ. ഇവിടെ വിദ്യാപീഠത്തിലായിരുന്നു അച്ഛൻ ചെയ്ത്. അച്ഛൻ്റെ ഒപ്പം അച്ഛൻ അധ്യാപകനായിരുന്നുകൊണ്ട് ആ കാര്യങ്ങൾ ഒക്കെ നിറവേറ്റി ഇയാളാണ്. അച്ഛൻ്റെ ഒപ്പം തന്നെ പഠിപ്പിക്കാൻ, അച്ഛൻ്റെ കാലശേഷവും യൂണിവേഴ്സിറ്റിയിൽ മറ്റൊക്കെ ജോയിൻ ചെയ്യാനും എല്ലാവരും ഇപ്പം ഈയിടെ റിട്ടയർ ആയുള്ളൂ, 2 കൊല്ലം. അതെ, അതിന് മുമ്പ് മുത്തശ്ശൻ ആണ് സംസ്കൃത കോളേജ് ആരംഭിച്ചത്. പാവറട്ടിയിലെ കോളേജ് എന്ന് പറയുന്നത്
ആരംഭിച്ചത് ഒരു ക്രിസ്ത്യനായിട്ടുള്ള കുര്യാക്കോസ് മാഷ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പ്രേമി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിയാണെന്ന് അത്ഭുതമാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ സംസ്കൃതത്തിൽ ഒരു വലിയ പണ്ഡിതനാവുക, അതിൽ നല്ല വിശ്വാസം ഉണ്ടാവുക, അത് സംരക്ഷിക്കാനായിട്ട് വലിയൊരു സ്ഥാപനം തന്നെ. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു, വലിയ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നുള്ള ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഇതിൻ്റെ സംസ്കൃതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പാവറട്ടിയിൽ പലരുടെ അടുത്തും ചോദിച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചും സംഭാവനയൊക്കെ മേടിച്ചു തന്നെ കോളേജ് ഉണ്ടാക്കിയത്, പാവർട്ടി സംസ് കോളേജ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേരളത്തിലുള്ള സാഹിത്യകാരന്മാരിലും അതുപോലെ തന്നെ അധ്യാപകന്മാർ, മലയാളം സംസ്കൃതമൊക്കെ അധ്യാപകൻ മിക്കവാറും ഈ പാവർട്ടി സംസ് കോളേജിൽ നിന്ന് പഠിച്ചു പോയ ആളുകളാണ്. ഒക്കെ ഞാൻ പറഞ്ഞ അച്ഛനും ശിഷ്യന്മാരും ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നരേട്ടനറിയാലോ, ആ കാലഘട്ടത്തിൽ ഈ നമ്പൂരിമാരും ഉയർന്ന സവർണരായിട്ടുള്ള ആളുകൾ അവർ സംസ്കൃതം പഠിക്കാൻ മറ്റുള്ളവരുടെ കൂടെ പോയി പഠിക്കാൻ തയ്യാറില്ല. അവർ മറ്റുള്ളവരൊപ്പം ഇരുന്നിട്ട് മറ്റ് താഴ്ന്ന ജാതിക്കാരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ തയ്യാറില്ലായിരുന്നു. കുര്യാക്കോസ് മാഷ് തുടങ്ങിയ സമയത്ത് അന്ന് സംസ്കൃതം അങ്ങനെ അതിന് അശുദ്ധിയൊന്നുമില്ല. അതിന് ഒരാൾ തൊട്ടാൽ അശുദ്ധാവും എന്നുള്ളതൊന്നും അല്ല സംസ്കൃതം. ഭാഷയ്ക്ക് ഭാഷ ആർക്കും പഠിക്കാം. അതുകൊണ്ട് അത് എല്ലാവരും പഠിപ്പിക്കണം എന്നായിരുന്നു മുത്തച്ഛൻ്റെ അഭിപ്രായം. അപ്പോൾ അന്ന് കുര്യാക്കോസ് മാഷ് മുത്തച്ഛനെ വന്ന് കണ്ടു. അത് മുത്തച്ഛനോട് സഹായം അഭ്യർത്ഥിച്ചു. അന്ന് മുത്തച്ഛൻ ഇവിടെ ഒരു വലിയ നാട്ടുപ്രമാണിയും വലിയ സംസ്കൃത പണ്ഡിതനും, ഏത് സംശയങ്ങൾ വന്നാലും എന്ത് ഡിസ്പ്യൂട്ട് നാട്ടിൽ വന്നാലും അതൊക്കെ പരിഹരിക്കുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ ഒരു പ്രതാപിയായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടിയാൽ സവർണരായിട്ടുള്ള ആളുകളൊക്കെ കോളേജിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് മുത്തച്ഛനെ സമീപിക്കുന്നത്. അങ്ങനെ മുത്തച്ഛൻ അവിടെ അധ്യാപകനാവാമെന്ന് സംഭവിച്ചു. അങ്ങനെ കുര്യാക്കോസ് മാഷിൻ്റെ ഒപ്പം തോളോട് തോളൊപ്പം നിന്ന് ആ സംസ്കൃത കോളേജ് ആരംഭിച്ചു. 2007 മൂന്നാമത്തെ 108ാമത്തെ സത്താമില്ലാതെ മൂന്നാമത്തെ സത്താഹമായപ്പോൾ ഈ 341 ആളുകളുടെ ശബ്ദം വേറെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ബദ്രീനാഥിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു. ആ സമയത്ത് ടെക്നോളജി CD ആയിട്ട് അപ്പോൾ അത്രേ എണ്ണുള്ളൂ. ഇതിലുള്ള സമയത്ത് വീഡിയോ ഇതില്ല, റെക്കോർഡിങ്ങും ഇല്ല. അതായപ്പോഴേക്കും റെക്കോർഡിംഗ് ആയി. ആ സമയത്ത് ഞാൻ 141 ആളുകളുടെയും റെക്കോർഡ് ചെയ്ത് ഇതായിട്ട് കൊടുക്കും. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതിൽ എൻ്റെ അമ്മയൊക്കെ സഹോദരങ്ങളോ എല്ലാവരും വായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഉണ്ടായിരുന്നു അല്ലേ? ആഞ്ഞൊക്കെ അതിൽ വായിച്ചിട്ടുണ്ട് ആ സപ്താഹത്തിൽ. ഇത് ഇദ്ദേഹം മകനാണല്ലേ? അങ്ങയുടെ പേര്? എൻ്റെ പേര് സാരഥി. അപ്പോൾ അച്ഛനെ പോലെ തന്നെ വായനയൊക്കെ ഉണ്ടോ? അച്ഛൻ്റെ അത്ര വായനയൊന്നുമില്ല. എന്നാലും ഭാഗവതം സപ്താഹത്തിലൊക്കെ പൂജയും വായനയും എല്ലാ കാര്യങ്ങളും പരിവുണ്ട്. ഗീത ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ആ കാലം മുൾക്ക് തന്നെ എൻ്റെ സപ്താഹത്തിലൊക്കെ വന്നിരിക്കും. ഇങ്ങനെ ഇപ്പോ സപ്താഹം നടത്തുന്നത് ഗീതയാണ്. അത് ശരി. ദിവസവും അതെ. മോനെ ഇതിൻ്റെയും ധ്രുവൻ്റെയും പ്രഹ്ലാദിൻ്റെയും അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ഇതൊക്കെ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. വേളി കഴിഞ്ഞപ്പോ എനിക്ക് കഥ പറഞ്ഞു തന്നത് ഇവരാണ്. എല്ലാ സമയത്തും കഥ പറഞ്ഞു തരും. എനിക്ക് കഥയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇവര് തുടങ്ങിയത് ധ്രുവന്റെ, പിന്നെ ദുന്ദുകാലിയുടെ സ്റ്റോറി, ഇതൊക്കെ ഞാനും ഞാൻ കേട്ടിട്ടില്ല. ഭാഗവതത്തിനെ പറ്റിയിട്ട് നിങ്ങളെ പോലെ എനിക്കും അറിയില്ല. പക്ഷെ ഓരോരോ സ്റ്റോറി പറഞ്ഞിട്ടാണ് എനിക്ക് ഭാഗവതം എന്താ പറയാ. ആ സ്റ്റോറിയാണ് ഞാൻ ഇപ്പൊ ശ്രീഹരി അവന്റെ ഇഷ്ടമുള്ള സ്റ്റോറിയാണ് ഗജേന്ദ്രമോക്ഷം. ചെറിയ കാര്യമല്ല, അത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ശ്രീഹരിക്ക് എല്ലാ കഥകളും കേട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇനി മകന്റെ സ്ഥാനത്ത് മരുമകൾക്കായിരിക്കാം ഇനി അടുത്ത ഇനി അത് കൊണ്ടു നടക്കാം. എന്തായാലും എല്ലാവരും കൂടാൻ പറ്റിയ വളരെ സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. തിരുവോണം വരാൻ പോവുകയായി. ഓണത്തിൻ്റെ അടുത്ത സന്ദർഭത്തിൽ എല്ലാവരെയും കാണാനും ഇതൊക്കെ പറ്റി ഭാഗവതത്തെ പറ്റി 4 വാക്ക് സംസാരിക്കാനും ഭാഗവതത്തെ പറ്റി 10 വാക്ക് ആളുകളെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചില്ലേ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ധന്യമായിട്ടുള്ള ഒരു പൊന്നോണം തിരുവോണം ആശംസകൾ നേരുന്നു. എല്ലാവർക്കും തിരുവോണഘട്ടത്തിലെ എല്ലാവർക്കും കൂടുതൽ ആരോഗ്യവും ധനവും സമൃദ്ധിയും സന്തോഷവും ധാരാളം ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല അത് എന്നെന്നും നിലനിൽക്കാൻ ഇടവരട്ടെ എന്ന് സർവശക്തനായിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. നാരായണ 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 എണി നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ